ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ. സംസ്ഥാനത്ത് ആദ്യമായി വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടവർക്കായി സമപ്രായക്കാരുടെ സംസാരക്കൂട്ടം. ആലപ്പുഴ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടവർക്കായി സമപ്രായക്കാരുടെ സംസാരക്കൂട്ടം വരുന്നു. ടോക്കിംഗ് പാർലർ എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ സൗഹൃദവും ബാല്യകാല സ്മരണകളും പങ്കുവെക്കുന്നതിനോടൊപ്പം പുതിയ സൗഹൃദവും തേടാനാകും. വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനായി കോവിഡ് കാലത്തുണ്ടാക്കിയ ഹെൽത്തി എൻജോയിങ് മൂവ്മെന്റ് ആണ് ആശയത്തിന് പിന്നിൽ. വിദേശങ്ങളിൽ ടോക്കിംഗ് പാർലറുകൾ ഉണ്ട്. വയോജനങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരിടത്ത് ഒത്തുകൂടും. ഇഷ്ടവിഷയം ചർച്ച ചെയ്യും, ഓർമ്മകൾ പങ്കുവെക്കും. മക്കൾ വിദേശത്തോ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലോ താമസിക്കുന്നതോടെ വീട്ടിൽ മാതാപിതാക്കൾ മാത്രമാകാറുണ്ട്. ഇവരിൽ ഒരാൾ മരിച്ചുപോയാൽ മറ്റേയാൾ തനിച്ചാകും. ഇങ്ങനെയുള്ളവരെ വീടുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് സംഘടനയുടെ രക്ഷാധികാരിയും കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ ബി പത്മകുമാറും സാമൂഹിക പ്രവർത്തകനും കോർഡിനേറ്ററുമായ ചന്ദ്രദാസ് കേശവപിള്ളയും പറഞ്ഞു. ഓർമ്മ കൂടും. ശാരീരിക പ്രവർത്തനം മെച്ചപ്പെടുത്താൻ എക്സസൈസ് സഹായിക്കുമെങ്കിൽ ഓർമ്മ കൂടാൻ സംസാരത്തിലൂടെ കഴിയുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. മസ്തിഷ്കത്തിന് സംസാരത്തിലൂടെ എക്സസൈസ് നൽകാനാകും. വയോജന സൗഹൃദ വേളയിൽ അന്നുള്ള കാര്യമായിരിക്കില്ല പങ്കുവെക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളും കുട്ടിക്കാലത്തെ ഓർമ്മകളും പറയാൻ പ്രോത്സാഹിപ്പിക്കും. ഇത് ഓർമ്മയെ ഉദ്ദീപിപ്പിക്കുമെന്ന് ഡോക്ടർ പത്മകുമാർ പറഞ്ഞു. ആദ്യഘട്ടം ആലപ്പുഴയിൽ. പദ്ധതിയുടെ ആദ്യഘട്ടമായി ശനിയാഴ്ച ആലപ്പുഴ നഗരത്തിൽ 10 ഇടങ്ങളിലായി ടോക്കിംഗ് പാർലറുകൾ തുടങ്ങും. ഏതെങ്കിലും വീടുകളാകും ഇതെന്ന് ചന്ദ്രദാസ് കേശവപിള്ള പറഞ്ഞു. സ്ഥിരം സംഘമായിരിക്കും. അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ് പങ്കെടുക്കുന്നത്. സംസാരിച്ച് നിർത്തുന്നിടത്തുനിന്ന് വീണ്ടും തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കും. 77-കാരിയായ എൽ നാണിക്കുട്ടി അമ്മയുടെ സ്വന്തമായി എഴുതിയ കവിതയാണ് ആദ്യം വന്നത്. എഴുത്തുകാരിയൊന്നുമല്ല, പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്നു. വലിയ ഭാഷാ പരിജ്ഞാനമൊന്നുമില്ല. എങ്കിലും ഒരു കവിത ചൊല്ലിക്കോട്ടെ എന്ന് അവർ ചോദിച്ചു. മടിക്കാതെ ചൊല്ലുന്നേ എന്നായി കേട്ടിരുന്നവർ. നാണിക്കുട്ടിയമ്മ കവിത ചൊല്ലി. ചെറിയ കൂട്ടത്തിൽ വലിയ കയ്യടി. നാണിക്കുട്ടിയമ്മയെ പോലെ സ്വപ്നങ്ങളും മോഹങ്ങളും ഓർമ്മകളും മറ്റുള്ളവരും പങ്കുവെച്ചു. 80 വയസ്സുള്ള പൊന്നമ്മ, സോമശേഖരൻ നായർ, 78-കാരി CK ചന്ദ്രമതി, 60-കാരി മിനി അനിൽകുമാർ ഉൾപ്പെടെ 18 പേർ. ടോക്കിംഗ് പാർലർ എന്ന് പേരിട്ട വയോജനങ്ങളുടെ സംസാര കൂട്ടായ്മയ്ക്ക് ഇതോടെ ആലപ്പുഴയിൽ തുടക്കമായി. പഴയ വീടുകളുള്ള പനവേലിൽ സുരേഷിന്റെ വീട്ടായിരുന്നു ആദ്യ കൂടിച്ചേരൽ. പഴയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഓർമ്മ കൂട്ടാൻ സഹായിക്കുമെന്നാണ് ഹെൽത്തി എൻജോയിങ് മൂവ്മെന്റ് എന്ന സംഘടന ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത്. ശിഷ്ടകാലം ഇനി അവർക്ക് ഇഷ്ടകാലമായിരിക്കട്ടെ. ഒറ്റയ്ക്കായ മാതാപിതാക്കളിൽ വിഷാദ രോഗവും കണ്ടുവരുന്നുണ്ട്. വിഷാദ രോഗത്തിന് അടിമപ്പെട്ടവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലും. അമിതമായ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ വരുമ്പോഴാണ് പലരും വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നത്. ഇത്തരക്കാർക്ക് വേണ്ടി പ്രത്യേക ടോക്കിംഗ് തെറാപ്പി വികസിപ്പിച്ചെടുക്കുന്ന തിരക്കിലാണ് ലണ്ടനിലെ മനഃശാസ്ത്രജ്ഞന്മാർ. മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും ആരോടും പറയാനില്ലാതെ വരുന്നത് കൊണ്ടാണ് പലരും ഇതെല്ലാം മനസ്സിൽ തന്നെ കുഴിച്ചുമൂടി വിഷാദ രോഗത്തിന് കീഴ്പ്പെടുന്നത്. ഇങ്ങനെ രോഗം ബാധിച്ചവരോട് പോസിറ്റീവായി സംസാരിച്ചും ഇടപഴകിയും രോഗശമനം വരുത്തുന്നതിനാണ് ടോക്കിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. ജൂനിയർ മെന്റൽ ഹെൽത്ത് വർക്കർക്ക് പോലും ഇത് ചെയ്യാവുന്നതാണ്. സംസാരിച്ച് വിഷാദ രോഗിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ചിലർക്ക് ടോക്കിംഗ് തെറാപ്പി കൊണ്ട് തന്നെ വിഷാദ രോഗം മാറിയേക്കാം. മറ്റു ചിലർക്ക് ടോക്കിംഗ് തെറാപ്പിയുടെ കൂടെ അത്യാവശ്യ മരുന്നുകളും വേണ്ടി വന്നേക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ലോകത്താകെ 350 ദശലക്ഷം പേർക്കാണ് വിഷാദ രോഗം പിടിപെട്ടതായി കണ്ടെത്തിയിട്ടുള്ളത്. രേഖപ്പെടുത്താത്ത കേസുകൾ ഒട്ടനവധി വേറെയും കാണും. പോസിറ്റീവായ സംസാരങ്ങളും പെരുമാറ്റങ്ങളും സൗഹൃദങ്ങളും ഇവരുടെ മാനസികാവസ്ഥയെ സന്തോഷകരമാക്കി മാറ്റും എന്നാണ് ലളിതമായ തത്വമാണ് ടോക്കിംഗ് തെറാപ്പിയുടെ പിന്നിൽ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും വിഷാദ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നത് നേരം അവരോട് സംസാരിച്ചും ഇടപെട്ടും നിങ്ങൾക്കും ഈ ടോക്കിംഗ് തെറാപ്പി നടത്താവുന്നതാണ്. ഈ കുഞ്ഞു വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.